കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ ഒരു വീഡിയോ കണ്ടപ്പോൾ തൊട്ട് എന്നോട് പറയണതാണ്, എനിക്കും ഇതുപോലെ ചെയ്ത് നോക്കറോ, അച്ഛൻ്റെ ഷർട്ടിൻ്റെ ഇഷ്ടം പോലെ വെറുതെ റൂമിൽ ഇങ്ങനെ കിടക്കണമെന്ന്. അമ്മേൻ്റെ കണ്ടിൽ നോക്കിയാൽ നമുക്ക് യൂസ്ഫുൾ ഒന്ന് റൈറ്റും കിട്ടും, പഴയ തുണിയൊക്കെ ഒഴിവായി കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്കാണെങ്കിൽ വീഡിയോ ഇടാൻ ഒരു കണ്ടന്റ് പോയി. അപ്പോൾ ഒട്ടും മടിക്കാതെ ഞാൻ നേരെ ചെന്നു അച്ഛൻ്റെ റൂമിലേക്ക്. അച്ഛൻ യൂസ് ചെയ്യാതെ കുറേ തുണിയല്ല ഷർട്ട് ഇതേപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് നല്ല ബട്ടൺസ് ഒക്കെയുള്ള അത്യാവശ്യം കൊള്ളാവുന്ന ഒരു 2-3 ഷർട്ടൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വന്നു. ഇനി വീട്ടിൽ മെഷീനൊന്നും ഇല്ലാന്ന് വിചാരിച്ചതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒട്ടും വിഷമിക്കണ്ട. വെറും ഒരു സൂചി നൂലും മാത്രം മതി കേട്ടോ. ഞാൻ സൂചി നൂലും വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തത്. അതിനുശേഷം ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുതരാം. ഞാൻ ഇത് ഷർട്ട് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മളെ കൈയിൻ്റെ താഴത്തെ ഭാഗം, ആ ഒരു ആംഹോളിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. കൂട്ടത്തിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യണേ. ഈ തുണിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല മൂർച്ചയുള്ള നല്ല വലിയ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എനിക്കിവിടെ ഞാൻ നോക്കുമ്പോൾ കത്രികയൊന്നും വേറെ കാണുന്നില്ല. എനിക്ക് കയ്യിൽ കിട്ടിയത് ഒരു ചെറിയ കത്രിക മാത്രമേ ഉള്ളൂ. അപ്പോൾ തുണിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ചയുള്ള നല്ല പുതിയ കത്രിക തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ തുണി ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്ക് ആ താഴത്തെ പീസ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. മുകളിലത്തെ ആ ഭാഗം നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കളയാം. അതിനുശേഷം ഞാനിതൊന്ന് അടിമറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, തലതിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ ബട്ടൺസ് ഉള്ള ഭാഗം സെൻറ്ററിൽ വരുന്ന രീതിയിൽ തന്നെ അതേ രീതിയിൽ തന്നെ നിവർത്തിയിട്ടിട്ട് ഇതേപോലെ ഒന്ന് 2 സൈഡിലും ഇതുപോലെ ഒന്ന് കൈത്തുന്നി വെച്ചിട്ട് തന്നെ തുന്നി കൊടുക്കുന്നുണ്ട്. വീട്ടിൽ മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ പണിയൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. 5 മിനിറ്റ് ഒന്നും വേണ്ട, 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഐറ്റം ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ആ 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് മാത്രമല്ല മെഷീനിൽ ചെയ്യുന്നതാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല നീറ്റിലും കിട്ടും കേട്ടോ. അപ്പോൾ കൈത്തുന്നി നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ നൂല് അവിടെ ഇങ്ങനെ കട്ട പിടിക്കാനും പിന്നെ ഇങ്ങനെ കുറച്ച് ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറച്ച് നീറ്റ് കുറവായിരിക്കും. അപ്പോൾ നല്ല ക്ഷമയോടെ നല്ല നീറ്റിൽ തന്നെ തുന്നിച്ചെടുക്കാൻ നോക്കാം കേട്ടോ. അതുപോലെ 2 സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് തുന്നി എടുത്ത് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ ബട്ടൺസ് ഓപ്പൺ ആക്കിയിട്ട് നമ്മളെ വീട്ടിലുള്ള പഴയതല്ല നമ്മൾ യൂസ് ചെയ്യുന്നൊരു പിലോ എടുത്തിട്ട് തലയാണ് എടുത്തിട്ട് അതിനുള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി മാറ്റിയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണല്ലോ ഈ പിലോ കവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ പഴയ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല നീറ്റിൽ നല്ല അടിപൊളി പിലോ കവർ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി മുതൽ പഴയ ഷർട്ട് ഒട്ടും കളയണ്ട. നമുക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയാസ് ഇനിയും കുറേ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട